അങ്ങനെ നമ്മുടെ വേദന കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നുണ്ട്. സ്കൂളിൽ ചേർത്തിട്ടോ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ വേദന കുട്ടിയെ പറ്റി പരാതി പറയാനേ ഉള്ളൂ. അവൾ ഭയങ്കര വികൃതിയാണ്, ബാക്കിയുള്ള കുട്ടികളൊക്കെ നല്ല ഒതുക്കുക, നല്ല മിടുക്കിയാണെന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ ആ സമയത്ത് നമ്മുടെ വേദയാണെങ്കിലോ വിക്രത്തിനെ വിചാരിക്കേണ്ടത്, വിക്രത്തിൻ്റെ അതേ സ്വഭാവമാണ് കുട്ടിക്ക് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അവൾ ടീച്ചർമാരോട് പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട് മോളെ നോക്കാൻ ഒരാൾ വരും, മോള് വികൃതി അടിക്കാതൊക്കെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവൾക്കാണെങ്കിൽ ആരും നോക്കാൻ വരുന്നത് ഇഷ്ടമില്ല, എനിക്ക് അമ്മയും അച്ഛനും മതി എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ വേദ ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട. അവൾക്ക് ഡ്യൂട്ടിക്ക് പോകണം, അമ്മയും അച്ഛനും വീക്കെൻഡിൽ മാത്രമല്ലേ വരും, അപ്പോൾ മോൾ ഇവിടെ ഒറ്റയ്ക്കാവില്ല, അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ മുത്തശ്ശിയില്ലേ എന്നൊക്കെ പറയുന്നത്. എന്തായാലും മോളെ അവിടെ ഒരാൾ ഇരുന്നോട്ടെ, മോൾക്ക് ഒരു ബോഡി ഗാർഡായിട്ട് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ആദ്യമൊക്കെ ഒന്നും മോള് സമ്മതിക്കില്ല. എന്തായാലും ഒരു വിധത്തിൽ മോളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. വിക്രമാണെങ്കിലോ ദാടി ഷേവൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്, ജോലിക്ക് വരുന്നുണ്ട്. നമ്മുടെ ആമിയെ ബസ് സ്റ്റോപ്പിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആമി പറയുന്നുണ്ട് ഇപ്പോൾ പോണ സമയത്ത് ചിലപ്പോൾ ഈ കുട്ടീനെ സ്കൂളിലാക്കണ സമയത്ത് അവിടെ ചിലപ്പോൾ ഉണ്ടാവുമോ ടീച്ചറായിട്ട് വേദ ശങ്കരനാരായണ. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നത് അവൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ഒരിക്കലും കാണാൻ വരാതിരിക്കില്ല, അവൾ എന്തായാലും ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഉറപ്പ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അവൾക്ക് ഈ ജോലിയൊന്നും വേണ്ട, അവൾക്ക് നല്ലൊരു ജോലി അറിയാമല്ലോ, പിന്നെ അവൾ എന്തിനാ ഈ ടീച്ചർ ജോലിക്ക് ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ പറയുന്നത്. എന്തായാലും ആ സമയത്താണ് അത് പറഞ്ഞിട്ട് പോണ സമയത്താണ് നമ്മൾ ആൻഡ്രൂ സാർ വിളിക്കുന്നത്. ആൻഡ്രൂ സാർ വിളിച്ചിട്ട് പറയേണ്ട വിക്രത്തിനോട് ഒറിജിനൽ പേര് പറയരുത്. അപ്പോൾ നമ്മുടെ വിക്രം പറയേണ്ട അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ചോദിച്ചാലോ സാറേ എന്ന് പറഞ്ഞാൽ അതൊന്നും ചോദിക്കില്ല, അതൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നീ എന്തായാലും വിക്രം ആണെന്ന് പറയണ്ട, പോലീസിൽ ജയിലിൽ കഴിഞ്ഞതാണെന്നൊന്നും പറയണ്ട എന്ന് പറയണ്ട. എന്തായാലും നമ്മുടെ വിക്രം മനസ്സോട് സമ്മതിച്ചിട്ട് ജോലിക്ക് ചേരാൻ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയാണെങ്കിലോ അയാൾ വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ, മോളെ അയാളെ ഏൽപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുണിയൊക്കെ അയൺ ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വേദയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അവിടെ ഒരു ബിൽഡിങ് ഇത് തീ പിടിച്ചു, അതുകൊണ്ട് വേഗം അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പുറപ്പെടാൻ പോകുന്നുണ്ട്. നമ്മുടെ തരുൺ പറഞ്ഞിട്ട് വേദോട് പോയിക്കോളാൻ പറയുന്നുണ്ട്, ഞാൻ മാനേജ് ചെയ്തോളാം നീ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദ പുറപ്പെടാൻ പോകുന്ന സമയത്ത് നമ്മുടെ മോളാണെങ്കിലോ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്, അമ്മ വേണം എന്നെ ഇവിടെ ആക്കി കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ തരുൺ പറയേണ്ട മോളെ ഞാൻ ആക്കാം, നീ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറയേണ്ട തരുൺ. എന്തായാലും നമ്മുടെ വേദേനാണ് നമ്മുടെ ഗൗരി മോൾക്ക് കൂടുതൽ ഇഷ്ടം. എന്തായാലും നമ്മുടെ വിക്രത്തിനെ കാണാൻ നമ്മുടെ വേദയ്ക്ക് പറ്റുന്നില്ല. വേദ പുറപ്പെട്ട് പോകുന്നുണ്ട്. നമ്മുടെ വിക്രമാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വേദ പോണ വഴിയിലാണ് നമ്മുടെ വിക്രമം കയറി വരുന്നത്. എന്തായാലും രണ്ടാളും പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പരസ്പരം കാണുന്നില്ല. എന്തായാലും വിക്രം ജോലി സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാണെങ്കിലോ ഇവനെ കാണുമ്പോൾ നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടറിലെ ദുഷ്ട കഥാപാത്രമായിട്ടാണ് തോന്നുന്നത്. അവൾക്ക് നമ്മളെ വിക്രത്തിനെ കാണുമ്പോൾ ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അവൻ വരുന്ന സമയത്ത് അവനെ വെടിവെക്കാനും അവനെ വീഴ്ത്തിയിടാനും ഒക്കെ ആയിട്ട് അവൾ ഓരോരോ കളിപ്പാട്ടങ്ങൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ അപ്പുറത്താണെങ്കിൽ നമ്മുടെ തരുൺ പറയുന്നുണ്ട് ഈ പാല് കുടിക്കുകയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മോള് പറയുന്നുണ്ട് എനിക്ക് പാലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ പോണത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മോളെ, എന്നാലും അമ്മ എന്നോട് പറയാതെ പോയില്ലേ, ആങ്കിളോട് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാതെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും തരുൺ പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കും, ഞാൻ ഇല്ലേ, അച്ഛൻ എന്തായാലും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ഇങ്ങടെ തന്നെ എത്തും, പിന്നെ എന്തിനാണ് നീ വിഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോൾക്ക് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മോള് പറയുന്നുണ്ട് ഇതിൽ ഇടാനുള്ള സാധനം ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ വിക്രം വരുന്നുണ്ട്. വിക്രം വരുന്ന സമയത്ത് നമ്മുടെ മോൾക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. അവനെ കാണുന്ന സമയത്ത് ഉള്ളിലേക്ക് ഓടി പോകുന്നുണ്ട്. എന്തായാലും ഒരു തോക്ക് എടുത്തിട്ട് വരുന്നുണ്ട്. തോക്ക് എടുത്തിട്ട് അവനെ വെടിയൊക്കെ വെക്കണ പോലെയൊക്കെ ആക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ താഴെ വീഴുന്ന പോലെയൊക്കെ ആക്കുന്നുണ്ട്. നമ്മുടെ വിക്രത്തിനാണെങ്കിലും മോളെ വലിയ ഇഷ്ടമാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ തരുൺ പറയുന്നുണ്ട് സോറി മോള് ഭയങ്കര വികൃതിയാണ്, എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല സാറേ, ഞാൻ മാനേജ് ചെയ്തോളാം, എന്തായാലും നമ്മുടെ മോളെ നീ നേരെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാം സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ തരുൺ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും മോള് നമ്മുടെ വിക്രത്തിനെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറയുന്നുണ്ട്. വിക്രമാണെങ്കിൽ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവളാണെങ്കിൽ അവിടെ നിറച്ച് ഗോട്ടിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. വിക്രം കയറി വരുമ്പോൾ വീഴണമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും വിക്രം ഒന്നിങ്ങനെ ആടിയിട്ടൊന്ന് വീഴാനൊക്കെ പോകുന്നുണ്ട്. മോൾക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും നമ്മുടെ സ്കൂൾ ബസ് വരുന്നുണ്ട്. അച്ഛമ്മ പറയുന്നുണ്ട് സ്കൂൾ ബസ് വരുന്നുണ്ട്, മോളെ ഒന്ന് റെഡി ആവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിക്രത്തിനോട് നമ്മുടെ മോള് പറയുന്നുണ്ട് വേഗം ഈ ഗോട്ടിയൊക്കെ ഒന്ന് എൻ്റെ ഒപ്പം പെറുക്കി വെക്കാൻ കൂടാൻ പറയുന്നുണ്ട്. എന്തായാലും വിക്രമും അതൊക്കെ പെറുക്കി വെക്കാൻ കൂടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ സ്കൂൾ ബസ് വരുന്നുണ്ട്. സ്കൂൾ ബസ്സിൽ വന്നിട്ട് നമ്മളെ മോള് കയറി പോകുന്നുണ്ട്. വിക്രമും ബാക്കിൽ ഉള്ള ബോഡി ഗാർഡായിട്ട് പോകുന്നുണ്ട്. സ്കൂളെത്തുന്നുണ്ട്. മോള് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ വിക്രമാണെങ്കിൽ പുറത്ത് തന്നെ മോൾക്ക് വേണ്ടി ബോഡി ഗാർഡായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് തരുൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ മാഷന്മാരോടും ടീച്ചർമാരോടും പറയുന്നുണ്ട് നിങ്ങളവിടെ ബോഡി ഗാർഡായിട്ട് ഇരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ വിശ്വം എന്നാണ് പറയണത് നമ്മുടെ വിക്രത്തിനോട്. ആ വിശ്വം പോയിട്ട് വന്ന് പ്രിൻസിപ്പളെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇടയിൽ പോയിട്ട് വിക്രം പ്രിൻസിപ്പളോട് സംസാരിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ സാറോട് എന്തായാലും ആ കുട്ടിക്ക് ഇവിടെ ഒരു അപകടവും സംഭവിക്കില്ല, കാരണം ഇത് സ്കൂൾ
സ്കൂളുമല്ല വരണ വഴിയിലൊന്നും ഉണ്ടാവില്ല, അതിന് ഞാൻ ഉറപ്പ് തരാമെന്നൊക്കെ പറയുന്നത്. എന്തായാലും സ്കൂളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അടി കൂടാതെ നോക്കണേന്നൊക്കെ പ്രിൻസിപ്പൾ പറയേണ്ടത്. എന്തായാലും നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഒരിക്കലും ഈ ക്യാമ്പസിൻ്റെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ LKG ടീച്ചറോട് നമ്മുടെ വിക്രത്തിൻ്റെ മുകളിൽ ഒരു കണ്ണ് വെക്കാൻ പറയുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ. എന്തായാലും നമ്മുടെ വിക്രം വൈകുന്നേരം വരെ അവിടെ ബോഡി ഗാർഡായി ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ വിക്രം വീട്ടിലേക്ക് പോകുന്നുണ്ട്. വിക്രം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ തരുൺ വിളിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെ ചോദിക്കുന്നത്. ഞാൻ വീട്ടിലെത്തി സാറേ. നിന്നോട് ഇപ്പോൾ എന്തിനാ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു, നിന്നോട് മോളുടെ അപ്പല്ലേ വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ മോൾക്ക് ഒരു പ്രശ്നമില്ല, എന്നാലും നീ മോൾക്ക് പ്രശ്നമില്ലെങ്കിലും നീ സ്കൂളിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിക്രത്തിനോട്. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിക്രം. നാളെ മുതൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്കൂൾ ബസ് വരുന്നുണ്ട്, മോള് വന്ന് ഇറങ്ങുന്നുണ്ട്. മോള് ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ വരയാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിക്രത്തിനാണെങ്കിൽ ആ കാർട്ടൂൺ കഥാപാത്രമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പാലും കൊണ്ടൊക്കെ വരുന്നുണ്ട്. പാല് കുടിക്കാതെ നമ്മുടെ മോള് വാശി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ വിളിക്കുന്നുണ്ട്. വേദ വിളിച്ചിട്ട് പാല് കുടിക്കണില്ല അവളെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട് ഞാൻ പാല് കുടിച്ചിട്ടില്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്നെ അയാൾ അടിക്കും അമ്മയെ ചോദിക്കണ്ടേ, ഉണ്ണീനെ ആരും അടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയേണ്ടത് അമ്മ ഒന്ന് പറയൂ എന്നോട് അയാളെ അടിക്കേണ്ടെന്നൊന്ന് അമ്മ ഫോൺ വിളിച്ച് പറയുമെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ കുട്ടി ആ ഫോണും കൊണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോണൊക്കെ ഉണ്ട്. ആ സമയത്താണ് നമ്മുടെ വേദയ്ക്ക് അവിടെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. സാർ റവന്യൂ മിനിസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദ ഫോൺ കട്ടാക്കുന്നുണ്ട്. വിക്രത്തിനോട് സംസാരിക്കുന്നില്ല. വിക്രത്തിൻ്റെ അടുത്ത് വരെ ഫോൺ എത്തുന്നുണ്ട്, പക്ഷേ വിക്രമും സംസാരിക്കാതിരിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റണില്ല. എന്തായാലും മോള് വിക്രത്തിനെ കണ്ട് പേടിച്ചിട്ട് ആ പാല് വേഗം വാങ്ങി മുത്തശ്ശിൻ്റെ അടുത്ത് മുഴുവനെ കുടിക്കുന്നു. പിന്നെ കാണിക്കണം നമ്മുടെ വിക്രം വീട്ടിലേക്ക് പോകേണ്ടത്. എന്നിട്ട് അവൻ്റെ അച്ഛനോട് പറയേണ്ടത് നാളെ മുതൽ ഞാൻ രാത്രിയും വരാൻ പറ്റില്ല, വെച്ചാൽ വീക്കെൻഡിൽ മാത്രമേ കൂട്ടർ അമ്മയുടെയും അച്ഛനും വരുള്ളൂ, എന്തായാലും ആ സമയത്ത് മാത്രമേ ഞാൻ വരുള്ളൂ, അച്ഛനും ബുദ്ധിമുട്ടുണ്ടോ കഴിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇല്ല ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. ആമി പറയുന്നുണ്ട് ഞാൻ കൂട്ടാനും ഇതൊക്കെ തരട്ടെ, ഭക്ഷണമൊക്കെ തരട്ടെ പറയുന്നുണ്ട്. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട് വേണ്ട ഞാനൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഒന്നും വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട് ഈ ജോലി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർത്തിക്കില്ല, ഇതൊരു നല്ല ജോലിയല്ലല്ലോ, രാവ് പകൽ ഇങ്ങനെ ഒരാൾക്ക് ബോഡി ഗാർഡായിട്ട് നിൽക്കണമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട് അത് കുഴപ്പമില്ല വെച്ചാൽ എനിക്ക് ആ മോളെ വലിയ ഇഷ്ടമായി, നോക്കട്ടെ കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ, എന്തായാലും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ജോലി വേണ്ട വെച്ചോളാം, എന്തായാലും ഇപ്പോൾ ആൻഡ്രി സാർ പറഞ്ഞതല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ആൻഡ്രി സാറോട് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.